ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡുകൾ എന്നാൽ എന്താണ് എന്നതാണ് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാധാമണിയാണ്. നമസ്കാരം ഡോക്ടർ. എന്താണ് ഫൈബ്രോയിഡുകൾ, എങ്ങനെയാണ് ഇവ രൂപപ്പെടുന്നത്, അതിന്റെ കാരണങ്ങൾ? ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് സാധാരണ കാണുന്ന ഒരു ട്യൂമറാണ്. സാധാരണ നമ്മളിപ്പോൾ നോക്കിയാൽ തന്നെയും ഒരു 35 വയസ്സ് 40 വയസ്സുള്ള സ്ത്രീകൾ സാധാരണ കാണുന്ന ഒരു ട്യൂമറാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അത് ക്യാൻസറൊന്നുമല്ല, സാധാരണ ഒരു ബിനൈൻ ട്യൂമറാണ്. യൂട്രസിലെ 3 ലെയറിൽ എൻഡോമെട്രിയം, മസിൽ ലെയർ, പിന്നെ അതിൻ്റെ പുറത്ത് സീറസ് ലെയർ. അതിൽ മസിൽ ലെയറിൽ നിന്ന് വരുന്ന ട്യൂമറാണ് ഫൈബ്രോയിഡ്. സ്മൂത്ത് മസിൽസ് എന്ന് വരുന്ന ട്യൂമറാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അത് ബിനൈൻ എന്ന് വെച്ചാൽ നോൺ ക്യാൻസറസ് ട്യൂമറാണത്. സാധാരണ കാണുന്ന ഏകദേശം ഒരു 20 മുതൽ 50% വരെ സ്ത്രീകളിലും ഈ ഏജ് ഗ്രൂപ്പിൽ ഫൈബ്രോയിഡ് കാണാറുണ്ട്. എങ്ങനെയാണ് സാധാരണ ഫൈബ്രോയിഡുകളുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, നേരത്തെ എങ്ങനെ തിരിച്ചറിയാൻ? സാധാരണ ഫൈബ്രോയിഡുകൾ എല്ലാ ഫൈബ്രോയിഡും നമുക്ക് സിംപ്റ്റംസ് ഉണ്ടെന്ന് നിർബന്ധമില്ല. വളരെ അപൂർവമായിട്ട് 10-20% ആൾക്കാർക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരിക്കാം, പക്ഷേ സിംപ്റ്റംസ് ഉണ്ടായില്ല. പക്ഷേ സാധാരണ ഉണ്ടാകുന്ന സിംപ്റ്റംസിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ആർത്തവ സമയത്തുള്ള അമിതമായ രക്തസ്രാവമാണ്, ബ്ലീഡിങ്. ഒന്നിൽ നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ബ്ലീഡിങ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഹെവി ബ്ലീഡിങ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നല്ല വയറുവേദന ഉണ്ടാകുക, പിന്നെ ബ്ലഡിൻ്റെ കൂടെ ക്ലോട്ട്സ് പോവുക, കഠിനമായ വേദന, ചിലപ്പോൾ വേദന ഭയങ്കരമായിട്ട് വേദന വരാം, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരാം. അല്ലാതെ തന്നെ പീരിയഡ്സ് അല്ലാത്ത സമയത്തും ചിലപ്പോൾ ബ്ലീഡിങ് വരാം. ഇറഗുലറായിട്ട് ചില പേഷ്യൻസിന് ബ്ലീഡിങ് വരാം. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്ലീഡിങ് ഫൈബ്രോയിഡ് എവിടെ ഇരിക്കുന്നു അതനുസരിച്ചാണ് ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ ഫൈബ്രോയിഡ് യൂട്രസ് ക്യാവിറ്റിക്കകത്തിരിക്കുകയാണെങ്കിൽ അമിതമായ രക്തസ്രാവം പീരിയഡ്സിന് വരുന്ന കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ബ്ലീഡിങ് ഉണ്ടാകാം. അതാണ് പ്രധാനമായിട്ടുള്ള സിംറ്റം. മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസാണ്. ബ്ലീഡിങ് കൂടുതലായിരിക്കുക, വയറുവേദന ഉണ്ടാകുക. പിന്നെ ഉള്ള സിംറ്റം വയറിൽ കട്ടി തോന്നുക, വെയിറ്റ് തോന്നുക, വയറ് വലുതായിട്ട് വരുന്ന പോലെ തോന്നുക. പ്രത്യേകിച്ച് മെലിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ യൂട്രസ് വലുതായി വരുമ്പോൾ വയറിലോട്ട് വലുതായി വരുമ്പോഴത്തെ ഒരു കട്ടിയുള്ള ഫീലിംഗ് വരും. പക്ഷെ അത് നല്ല വണ്ണമുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ അത് കണ്ടുപിടിച്ചെന്ന് വരില്ല. അങ്ങനെ ഒരു വയറിൽ ഹെവിനെസ്സോ കട്ടി പോലെ തോന്നുകയോ ചെയ്യുന്നതാണ് അടുത്തൊരു സിംറ്റം. പിന്നെ വേറൊരു സിംറ്റം വരുന്നത് ചില ഫൈബ്രോയിഡ് നമ്മളെ പെൽവിസിൽ അങ്ങനെ ഇരുന്നിട്ട് യൂറിനറി ബ്ലാഡറിലൊക്കെ പ്രസ് ചെയ്യും. അങ്ങനത്തെ പേഷ്യൻസിന് യൂറിനറി സിംറ്റംസ് വരാം. ഒന്നിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം തോന്നുക, അല്ലെങ്കിൽ മൂത്രം പോകാതിരിക്കുക, മൂത്രം കെട്ടി നിൽക്കുക, ചിലപ്പോൾ ട്യൂബിട്ട് തന്നെ മൂത്രം എടുക്കേണ്ടി വരിക. ഇങ്ങനത്തെ സിംറ്റംസ് വേറൊന്നുണ്ടാകാറുണ്ട്. ചിലർക്ക് മലം പോകാൻ ബുദ്ധിമുട്ട്, പ്രഷർ ഇഫക്റ്റ് ഉണ്ട്. അത് ഫൈബ്രോയിഡ് പെൽവിസിനകത്തിരുന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കി അവയവങ്ങളിൽ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന സിംറ്റംസാണ് ബവൽ സിംറ്റംസും ബ്ലാഡർ സിംറ്റംസും. പിന്നെ വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മളെ കാലിൽ നീര് വരാം. 2 കാലിലും ചിലപ്പോൾ നീര് വരാം, ചിലപ്പോൾ ഒരു കാലിൽ നീര് വരാം. അത് വീനസ് റിട്ടേൺ കുറയുന്നുണ്ടാകാം. വളരെ അപൂർവമായിട്ട് വലിയ ഫൈബ്രോയിഡ് അബ്ഡമിൽ പ്രസ് ചെയ്യുമ്പോൾ വെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും, ഡീപ് വെയിൻ ത്രോംബോസിസ് വരാം. അങ്ങനെയും ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാം. സാധാരണ വരുന്ന സിംറ്റംസ് ഇങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ വലിയ ട്യൂമർ ആണെങ്കിൽ ഇത് ചിലപ്പം ഗർഭപാത്രം വലിയ സൈസിൽ വളരാം, ചിലപ്പോൾ ഫുൾ ടേം പ്രഗ്നൻസി സൈസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാക്കി സിംറ്റംസ് വരും. ശ്വാസം മുട്ടൽ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരാം. പക്ഷേ മെയിനായിട്ട് കാണുന്ന സിംറ്റംസ് ബ്ലീഡിങ് അബ്നോർമാലിറ്റീസാണ് കാണുന്നത്. പലർക്കും ഡോക്ടർ ഇത് വന്നതിന് ശേഷം ഇത് തിരിച്ചറിയാനുള്ള, അതായത് എത്ര സമയം എടുക്കും ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ? ഒരുപാട് വൈകിപ്പോയാൽ അല്ലെങ്കിൽ ഡോക്ടറിനെ സമീപിക്കാൻ വൈകിപ്പോയാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ട്രീറ്റ്മെന്റിന്റെ ടൈം മാറിയാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? സിംറ്റംസ് കണ്ടു തുടങ്ങി നമ്മൾ മിക്കവാറും സിംറ്റംസ് ബ്ലീഡിംഗ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അബ്നോർമൽ ബ്ലീഡിങ് വരുമ്പോൾ എന്തായാലും അവർ നമ്മളെ ഡോക്ടേഴ്സിനെ കാണാൻ വരും. അപ്പോൾ നമ്മൾ അസസ് ചെയ്യുക, അത് എത്രമാത്രം വലുതായിട്ടുണ്ട്, എത്ര സൈസ് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് തീരുമാനിക്കാം. സിംറ്റംസ് ഇല്ലാത്ത പേഷ്യൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്സിഡൻ്റ് കണ്ടുപിടിക്കുന്നതാണ്. ചിലപ്പോൾ പെയിനൊന്നും കാണത്തില്ല, വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴായിരിക്കും ഫൈബ്രോയിഡ് കാണുന്നത്. എന്തെങ്കിലും ഫൈബ്രോയിഡ് സിംറ്റംസ് ഉള്ള ഫൈബ്രോയിഡ് അവർ സാധാരണഗതിയിൽ പെയിൻ കൂടുകയോ ബ്ലീഡിങ് കൂടുകയോ വയറിൽ കല്ലിപ്പ് തോന്നുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് വരാറുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ അസസ് ചെയ്തിട്ട് എത്രമാത്രം വലിയ ഫൈബ്രോയിഡാണ്, അത് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് ശരിയാവുന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. എന്തെങ്കിലും അബ്നോർമൽ സിംറ്റംസ് ഉള്ളവർ
കഴിയുന്നത് വേഗം തന്നെ ഡോക്ടേഴ്സിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ചിലപ്പോൾ ഫൈബ്രോയിഡ് തീരെ വലുതായേക്കാൾ നമ്മൾ ഓപ്പറേഷൻ റൂട്ട് മാറും, പ്രൊസീജിയർ മാറും ഒക്കെ വരാറുണ്ട്. അപ്പം ഏർലി സിംപ്റ്റംസ് ഉള്ളപ്പോൾ തന്നെ കണ്ടുപിടിച്ച് ചിലപ്പോൾ ചെറിയ ചെറിയ സർജറിയിൽ തന്നെ മിനിമൽ സർജറി കൊടുത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റും കൊടുക്കാൻ പറ്റും. ഓക്കെ. മിക്ക ആളുകളിലും ഇപ്പം കണക്കനുസരിച്ചാണെങ്കിൽ 40% സ്ത്രീകളിലും ഇത് ഫൈബ്രോയിഡ് വരുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം ഒരു ഏജ് കഴിഞ്ഞ 45 അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇതിനെ പലപ്പോഴും വലിയ സീരിയസ് ആയിട്ട് കാണാറില്ല, ഇല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് എത്താറില്ല. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും ഭാവിയിൽ? 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഫൈബ്രോയിഡാണ് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ബ്ലീഡിങ്ങിൻ്റെ കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻസ് കൊടുത്ത് നോക്കാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ഉടനെ തന്നെ സർജറി ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യം വരില്ല. എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മെനോപോസിലോട്ട് പോകുമ്പോൾ ഈ ഫൈബ്രോയിഡിൻ്റെ സൈസ് അങ്ങ് കുറഞ്ഞുള്ളൂ. അത് നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കാൻ. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ്, അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, നമുക്ക് കംപ്ലീറ്റ് അസസ് ചെയ്യണം. എത്ര വലിയ ഫൈബ്രോയിഡാണ്, വേറെ എന്തെങ്കിലും ചേഞ്ചസ് ആ ഫൈബ്രോയിഡിലുണ്ടോ, എന്തെങ്കിലും ചാൻസ് ഓഫ് മലിഗ്നൻസി ഉണ്ടോ, വേറെ എന്തെങ്കിലും കൂടെ കാരണം കൊണ്ടാണോ ബ്ലീഡിങ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പെൺകുട്ടികളിൽ ഫൈബ്രോയിഡ് ഉണ്ടാവുമ്പോൾ അവർക്കുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതിൽ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ എന്തൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകും? സാധാരണ നമ്മൾ അങ്ങനെ വളരെ ചെറിയ കുട്ടികൾ ഫൈബ്രോയിഡ് വളരെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ, വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അത് യൂഷ്വലി കാണുന്ന ഏജ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു 35 തൊട്ട് 45 വയസ്സിലാണ് മാക്സിമം ഇൻസിഡൻസ് കാണുന്നത്. ചെറിയ കുട്ടികൾ വളരെ അപൂർവമേ കാണാറുള്ളൂ. അതനുസരിച്ച് നമുക്ക് എന്ത് സിംറ്റംസ് ആണ് നമുക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. ചെറിയ ഫൈബ്രോയിഡൊക്കെ ആണെങ്കിൽ വെറുതെ തൽക്കാലം വെറുതെ വിട്ടാൽ മതി. ഉടനെ ധൃതി പിടിച്ച് സർജറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബ്ലീഡിങ്ങിനുള്ള മരുന്ന് കൊടുക്കാം, അങ്ങനെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നാണ്. രേഖ ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഹലോ പറഞ്ഞോളൂ രേഖ. ഡോക്ടർ, എനിക്കാണെങ്കിൽ പീരീഡ്സ് എനിക്ക് വരുമ്പോൾ താമസിച്ചാണ് വരുന്നത്, ഡേറ്റ് മാറിയാണ് വരുന്നത്. എത്ര ദിവസം താമസിച്ച് വരുന്നു? എനിക്ക് ഇപ്പം ചിലപ്പോ ആണെങ്കിൽ 13-ാം തീയതി വരും, അത് കഴിഞ്ഞിട്ട് 16-ാം തീയതി വരും, അങ്ങനെയൊക്കെ വരുന്നത്. 13-ാം തീയതി അടുത്ത പ്രാവശ്യം 16-ാം തീയതി വരും അല്ലേ? ഇത് അല്ല, ഈ 13-ാം തീയതി ചിലപ്പം വരും നേരത്തെ, ചിലപ്പോ ആണെങ്കിൽ 26 അങ്ങനെ പോകും. അല്ല നമുക്ക് ഭയങ്കര വയറുവേദനയാണ്. എത്ര വയസ്സുണ്ട്? എനിക്ക് 25 വയസ്സ്. 25 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞാണോ? മാരീഡ് ആണോ? എനിക്കൊരു മോനുണ്ട്. അതിന് 2 വയസ്സ്. അതിന് ശേഷമാണോ പീരീഡ് ഇറഗുലർ ആകുന്നത്, അതോ പണ്ടേ അങ്ങനെയാണോ? എനിക്ക് പണ്ടേ അങ്ങനെ താമസിച്ചാ വരുന്നത്. ഇപ്പം ഭയങ്കര വയറുവേദന, നടുവേദനയാ അപ്പം വരുന്നത്. വയറുവേദനയ്ക്ക് എത്ര ദിവസം വയറുവേദന ഉണ്ടാകും? തീരുന്നിടം വരെയും വയറുവേദനയാണ്. തീരുന്ന ദിവസം അതൊരു അത്ര ദിവസം വേദന നിൽക്കുമോ? വയറുവേദനയുണ്ട് ഇടയ്ക്ക്. അത് ശരി. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഇപ്പം വയറ് വേദനയുണ്ടെങ്കിൽ നമ്മളൊരു സ്കാൻ നോക്കണമല്ലോ, എൻഡോമെട്രിയോസിസ് വല്ലതും കൊണ്ട് നോക്കണം. ഇത്രയും ദിവസം വേദന ഉണ്ടെങ്കിൽ. ഒരു ദിവസമോ 2 ദിവസം വേദനയാണെങ്കിൽ അത് സാരമില്ല. പീരീഡ്സിന് ത്രൂ ഔട്ട് വേദന ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പിന്നെ ബ്ലീഡിങ് വരുന്നത്, പീരീഡ്സ് വരുന്നത് 24 to 38 ഡേയ്സിലേക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരു 3-4 മാസത്തേക്ക് പീരീഡ്സ് തുടങ്ങുന്ന ദിവസം 20 ദിവസം എഴുതി വെക്കണം. എത്ര ദിവസം എത്ര പാഡ് മാറ്റുന്നു, അത് മെൻസ്ട്രൽ കലണ്ടറിൽ കീപ്പ് നമുക്ക് അതിൻ്റെ വേരിയേഷൻ അറിയാൻ പറ്റും. ഇത് നോർമലിൽ നിന്ന് എത്രമാത്രം വേരി ചെയ്യുന്നു അറിയാൻ പറ്റും. പിന്നെ പെയിൻ കാര്യമായിട്ടുണ്ടെങ്കിൽ ഒരു സ്കാനെങ്കിലും ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇൻഫെക്ഷനോ പെൽവിക് ഇൻഫെക്ഷനോ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ത്രൂ ഔട്ട് പെയിൻ കാണും കേട്ടോ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് 13-ാം തീയതി പീരീഡ്സ് ഒന്നും അടുത്ത പീരീഡ് 16-ാം തീയതി ഒന്നും അത് വലിയ അറിയടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ ഡോക്ടർ, ഇത് ഒരിക്കൽ വന്നാൽ ഫൈബ്രോയിഡ് വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? വരുന്നുണ്ടെങ്കിൽ തന്നെ അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞ പേഷ്യൻസിന് ഇപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് കംപ്ലീറ്റ് പോകത്തില്ല. സർജറി ട്രീറ്റ്മെൻറ്റ് ചെയ്താലും, സർജറി എന്ന് പറയുന്നത് നമ്മൾ ഫൈബ്രോയിഡ് മാത്രം എടുക്കുന്ന സർജറിയാണ് മയോമെക്ടമി എന്ന് പറയുന്നത്. മയോമെക്ടമി ചെയ്ത് കഴിഞ്ഞാലും റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റെക്കർ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ റെക്കർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈസ്ട്രൈൻ ലെവൽ നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം റെക്കറൻസിനുള്ള സാധ്യതയുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈബ്രോയിഡ് ഉള്ളൂ നമ്മൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ വരില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ ആ ഫൈബ്രോയിഡ്സ് കുറേ കഴിയുമ്പോൾ പിന്നെയും വലുതാകും. ചിലപ്പോൾ റെക്കറൻസിന് സാധ്യത വളരെയുണ്ട് മയോമെക്ടമി കഴിഞ്ഞാൽ, കൺസർവേറ്റീവ് സർജറി കഴിഞ്ഞാൽ. ശരി ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട്. ചിറ്റാറിൽ നിന്ന് നാൻസിയാണ്. നാൻസി ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ ഹലോ. ഹലോ പറയൂ. ഹലോ പറഞ്ഞു ഡോക്ടറെ. എനിക്കിപ്പോ ഇത് 1 വയസ്സുള്ള മോളുണ്ട്. 1 വയസ്സേ. ഹലോ പറഞ്ഞോളൂ. 1 വയസ്സും 1.5 വയസ്സുള്ള മോളുണ്ട്.
അന്നേരം അവൾക്ക് ഇപ്പൊ 1.5 വയസ്സുണ്ട്. അന്നേരം ഡെലിവറി കഴിഞ്ഞ് ഓപ്പറേഷൻ ആയിരുന്നു. അന്നേരം ഇത്രയും അന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് 2-3 മാസം ഇത് വന്നായിരുന്നു, മെൻസസ് വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ വന്നിട്ടില്ല. കുഞ്ഞിന് പാൽ കൊടുക്കുന്നുണ്ടോ? ആ ഉണ്ട്. ത്രൂ ഔട്ട് പാൽ കൊടുക്കണോ വേറെ എന്തെങ്കിലും കൂടെ കൊടുക്കുന്നുണ്ടോ കുഞ്ഞിന്? എന്തോ ഡോക്ടറെ? പാല് മാത്രം കൊടുക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും കൊടുത്തു തുടങ്ങിയോ? പാലും മുട്ട എല്ലാം കൊടുക്കും, ചോറൊക്കെ കൊടുക്കും. അപ്പോൾ പീരിയഡ്സ് എന്നാ ലാസ്റ്റിൽ വന്നത്? ലാസ്റ്റ് വന്നത് കഴിഞ്ഞ വർഷം ജനുവരി ആദ്യം വരെയൊക്കെ വന്നായിരുന്നു. പിന്നെ 2 സാധ്യതയുണ്ട്. നമ്മൾ കുഞ്ഞിന് പാല് കൊടുത്തിരിക്കും, ചിലർക്ക് പീരിയഡ്സ് വരാൻ താമസിക്കും കേട്ടോ. കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പീരിയഡ്സ് വരാൻ താമസിക്കും. സാധാരണ 6 മാസമൊക്കെയാണ് വരുന്നത്. 6 മാസം കഴിഞ്ഞാൽ സാധാരണ പീരിയഡ്സ് വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ 1.5 വയസ്സായത് കാരണം താനൊന്ന് പരിശോധിക്കണം, ഇയാളൊന്ന് പരിശോധിക്കുക കേട്ടോ. പ്രഗ്നൻസി ആകാൻ സാധ്യതയുണ്ടോ നോക്കണം. ഗർഭനിരോധന മാത്രങ്ങൾ വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? തന്നില്ല. പിന്നെ അന്നേരം ഇവിടെ വേറെ ഡോക്ടറായിട്ട് വന്നത് വിറ്റാമിൻ ഗുളിക, അയൺ ഗുളികയൊക്കെ തന്നായിരുന്നു. കോപ്പറ്റി ഇടുക അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഏതാ കോപ്പറ്റി വല്ലതും ഇട്ടിട്ടുണ്ടോ? അതെനിക്ക് അറിയത്തില്ല ഡോക്ടർ. അത് നമുക്ക് അടുത്ത കുഞ്ഞ് ഉടനെ വേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ഡോക്ടറെ കാണുക. തൽക്കാലം പ്രഗ്നൻസി ഇല്ലയെന്ന് കൺഫേം ചെയ്യണം. ബിക്കോസ് 1.5 വർഷമായിട്ട് നമുക്ക് പീരീഡ്സ് ഇല്ലല്ലോ. അപ്പോൾ എൻ്റെക്ക് കൺസീവ് നമുക്ക് പറയാൻ പറ്റില്ല, ഹസ്ബൻഡ് കൂടെ ഉള്ളതല്ലേ. അപ്പോൾ പ്രഗ്നൻസി വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. പ്രഗ്നൻസി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വേണമെങ്കിൽ വലിയ വണ്ണമൊക്കെ ഉള്ള ആളല്ലെങ്കിൽ നമുക്ക് ഗുളിക കഴിക്കാം, അല്ലെങ്കിൽ കോപ്പറ്റ് ഉള്ളിലിടാം കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യും. 1.5 വർഷം ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ 6 മാസത്തിനിടയ്ക്കാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് പീരീഡ്സ് ഒന്നും നമ്മൾ അധികം പറയടിക്കേണ്ടത്. ഇപ്പോൾ 1.5 വർഷമായിട്ട് വരാത്ത കാരണം ഒന്ന് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. കൂത്തുപറമ്പിൽ നിന്ന് തങ്കമണിയാണ്. തങ്കമണി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. പറഞ്ഞോളൂ തങ്കമണി. ഹലോ മാഡം, പിന്നെ ഞാൻ കൂത്തുപറമ്പ് വിളിക്കുകയാണ്. എനിക്ക് 62 വയസ്സുണ്ട്. എത്ര? പിന്നെ 62 വയസ്സുണ്ട്. അപ്പോ വയറുവേദനയാണ് മാഡം പ്രശ്നം. വയറുവേദന, പിന്നെ നടുവേദന, കാലുവേദന, പുറം വേദന എല്ലാം ഉണ്ട്. പിന്നെ USG വർഷം തോറും USG ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ അതിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെയുള്ള മുഴ, ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചപ്പോ മാഡം പറഞ്ഞു അതങ്ങ് പോയിക്കോളും, പീരീഡ്സ് എല്ലാം നിന്നാലെന്ന് പറഞ്ഞു. അന്നേരേ നോക്കുന്ന. അപ്പൊ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസവും നോക്കുമ്പോ അതിലൊന്നും കുഴപ്പം കാണുന്നില്ല മാഡം. പിന്നെ ഈ വയറുവേദന, ഗ്യാസ് പോലെ എൻഡോസ്കോപ്പിയും ഒക്കെ കഴിഞ്ഞതാ. എന്നിട്ട് ആ വയറുവേദന നിൽക്കുന്നില്ല, നടുവേദന, കാലുവേദന ഭയങ്കരമായിട്ട്. വയറുവേദന ഏത് ഭാഗത്താണ്? വയറുവേദന ഏത് ഭാഗമൊന്നുമില്ല മേഡം, കൂറ്റി വലിക്കും പോലെ വയറ് മൊത്തമാണ് വേദന. ഒരു സ്ഥലമൊന്നുമില്ല. അതിന് പിന്നെ താഴെ അടിവയറ് വരെ ചില സമയത്ത് വേദന ഉണ്ടാവും. സ്കാനില് യൂട്രസിൽ വലിയ ഫൈബ്രോയിഡ്, ചെറിയ ഫൈബ്രോയിഡ് അല്ലേ ഉള്ളൂ? അതെ മേഡം, ചെറിയ ഫൈബ്രോയിഡ് ആണ്. ഇപ്പം ചെയ്തപ്പോഴും ഫൈബ്രോയിഡ് കാണുന്നില്ല. അപ്പോഴാവുമ്പോൾ ഈ വയറ് വേദനയ്ക്ക് ഫൈബ്രോയിഡ് കാരണമുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. അതെ മേഡം. അതില്ല. പിന്നെ നടുവേദനയും നടുവേദന, കാലുവേദനയൊക്കെ നമുക്ക് ഈ 62 വയസ്സായില്ലേ? എത്ര വയസ്സിലാണ് പീരീഡ്സ് നിന്നത്? 54. അപ്പോൾ 8 വർഷമായിട്ട് നമുക്ക് പീരീഡ്സ് ഇല്ല. അപ്പം നമുക്ക് ഈ ഏജ് ആകുമ്പോഴത്തേക്ക് ബോണിൻ്റെ ഡെൻസിറ്റി കുറയും. മനസ്സിലായോ? ഈസ്ട്രജൻ ലെവൽ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മളെ ബോൺ ഡെൻസിറ്റി കുറയും. ബോൺ ഡെൻസിറ്റി കുറയുമ്പോൾ നമുക്ക് നടുവേദന, കാലുവേദനയൊക്കെ ഉണ്ടാകാം കേട്ടോ. വയറ് യൂട്രസ് സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാകത്തില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. കോൺസ്റ്റിപ്പേഷൻ വല്ലതും ഉണ്ടോ? മലബന്ധമുണ്ടോ? മലബന്ധം പ്രയാസം വല്ലതും ഉണ്ടോ? കൃത്യമായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ ഉള്ളത് നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയൽ പ്രോബ്ലം ഉണ്ടോ നോക്കുക. പിന്നെ കിഡ്നിയിലെ സ്റ്റോണോ അല്ലെ യൂറിനിലെ സ്റ്റോണോ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ വയറുവേദന വരുമ്പോൾ നോക്കുന്നത്. ഗോൾ ബ്ലാഡർ സ്റ്റോണ്, അറിയാൻ പറ്റും. പാൻക്രിയാറ്റിക് വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കാണിക്കുക. യൂട്രസിലെ ചെറിയ ഫൈബ്രോയിഡ് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന വരേണ്ട കാര്യമില്ല കേട്ടോ. സഹിക്കാൻ ഇതെങ്ങനെ വെച്ചാൽ കൂറ്റി വലിക്കുക വയറ് മൊത്തം. അപ്പം പുറത്തും പുറവും നടു കാല് ബേക്കിലും. അതാണ്. അപ്പം നമുക്ക് ഇത് യൂട്രസ് മാത്രമല്ലല്ലോ, ഒരുപാട് അവയവങ്ങൾ ഉള്ളിലുണ്ടല്ലോ. അത് വയറ് സംബന്ധമായ യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അല്ല, അത് യൂട്രസിന്റെ അങ്ങനെ ചെറിയൊരു ഫൈബ്രോ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ പീരിയഡ്സ് നിന്ന് കുറയുകയും ചെയ്യും അത് കേട്ടോ. അത് സൈസ് കുറയുകയും ചെയ്യും.
അല്ല ബോണിന്റെ നോക്കണം കേട്ടോ. ബോൺ ഓസ്റ്റിയോപ്രോസിസ് ഉണ്ടോ നോക്കണം. ബോണിന് പ്രശ്നം ഉണ്ടെങ്കിൽ നടുവേന വരും, കാലുവേന വരും. വിറ്റമിൻ ഡി ലെവല്, കാൽഷ്യം ഒക്കെ നോക്കണം കേട്ടോ. ശരി ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, ഈ ഫൈബ്രോയിഡ് ഉള്ളവർ പ്രഗ്നന്റ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫൈബ്രോയിഡ് പ്രഗ്നൻസി ആകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും, ഫൈബ്രോയിഡ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. പ്രഗ്നൻസി ആയാൽ തന്നെയും ആ ഫൈബ്രോയിഡ് സാധാരണ ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ പുറത്താണെങ്കിൽ സബ്സിറസ് ഫൈബ്രോയിഡോ അല്ലെങ്കിൽ മസിൽ ലെയറിൽ ഇൻട്രാമുറൽ ഫൈബ്രോയിഡോ സാധാരണ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ ഫൈബ്രോയിഡ് ക്യാവിറ്റിക്കകത്തത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡൊക്കെ ആണെങ്കിൽ ചാൻസസ് ഓഫ് അബോർഷന് കൂടുതലാണ്. പിന്നെ ഫൈബ്രോയിഡ് കൊണ്ട് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രീ ടേം ലേബറിലോട്ട് പോകാം, ചിലപ്പോൾ പെയിൻ വരാം, ഫൈബ്രോയിഡിന് പെയിൻ വരാം. ഫൈബ്രോയിഡിൽ റെഡ് ഡിജനറേഷൻ ഒരു ചേഞ്ച് ഉണ്ട് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ. അങ്ങനെ വരുമ്പോൾ സിവിയർ പെയിൻ വരാം. പക്ഷേ ഉടനെ സർജറി നമ്മൾ ചെയ്യില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഫൈബ്രോയിഡ് താഴെ യൂട്രസിൻ്റെ താഴ്ഭാഗത്തിരിക്കുകയോ ക്യാവിറ്റി ഒബ്സ്ട്രക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ പൊസിഷൻ വ്യത്യാസം ഉണ്ടാകാം. സാധാരണ കുട്ടിയുടെ ഹെഡാണല്ലോ താഴെ വരുന്നത്. ഇതിപ്പം ഹെഡിന് പകരം ബ്രീച്ച് വരാം, അല്ലെങ്കിൽ കുഞ്ഞ് തിരിഞ്ഞ് ട്രാൻസ്വേഴ്സായിട്ട് കിടക്കാം. അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ വലിയ ഫൈബ്രോയിഡാണ്, ക്യാവിറ്റി ചെറുതാണെങ്കിൽ കുട്ടിയുടെ വളർച്ച കുറയാം, ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാം. പ്രീ ടേം ലേബർ, ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, പിന്നെ അബ്നോർമൽ പൊസിഷൻ ഓഫ് ദി ബേബി ഒക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ്. പിന്നെ പറഞ്ഞാൽ പ്ലാസൻ്റ ഫൈബ്രോയിഡിൻ്റെ മേളിലാണ് അറ്റാച്ച്ഡ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പ്ലാസൻ്റ നേരത്തെ സെപ്പറേറ്റ് ചെയ്യും, അബ്രപ്ഷൻ എന്ന് പറയും നമ്മളതിന്. ബ്ലീഡിങ് ആയിട്ട് വരാം, ഡെലിവറിക്ക് മുമ്പേ ബ്ലീഡിങ് ആയിട്ട് വരാം. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് കുറച്ചുകൂടെ സാധ്യത ഹെമറേജ് വരാം, പോസ്റ്റ് പാർട്ടം ഹെമറേജ്, ദാറ്റ് ഈസ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങിൻ്റെ സാധ്യത അവർക്ക് കൂടുതലാണ് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ. സാധാരണ വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാറുണ്ട്, പക്ഷെ ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അബോർഷൻ, പ്രീ ടേം ലേബർ, ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, പിന്നെ അബ്നോർമൽ പൊസിഷൻ ഓഫ് ദി ബേബി. സിസറിൻ്റെ ചാൻസും കൂടുതലാണ്. പ്രസൻ്റ് ഫൈബ്രോയിഡ് താഴെ ഇരിക്കുകയാണെങ്കിൽ നോർമൽ ഡെലിവറിക്ക് സാധ്യത കുറയുമ്പോൾ ഇൻക്രീസ്ഡ് സിസറിൻ സെഷൻ വേണ്ടി വരും. ഇതൊക്കെയാണ് പ്രഗ്നൻസിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്. ഡോക്ടർ, ഒരു കോൾ കൂടി ഉണ്ട്, ട്രിവാൻഡ്രത്തു നിന്നാണ് സിന്ധു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാം. ഹലോ മാം, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വിളിച്ചത്. ഉറക്കെ പറയൂ, കേൾക്കാൻ മേൽ ഉറക്കെ പറയൂ. മോൾക്ക് ഇപ്പോൾ 12 വയസ്സുണ്ട്. മോൾക്കിപ്പോ പീരീഡ് റെഗുലർ ആയി വരുന്നില്ല. 12 വയസ്സോ? അതെ, ഒരു മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് ഇപ്പൊ പീരീഡ് ടൈമില്. അപ്പൊ കഴിഞ്ഞ മാസം ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഈ മാസം ഇന്നാണ് ആയത്. അപ്പൊ ഏകദേശം 1 മന്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അത് എന്നിട്ടാണ് ഇപ്പൊ HB ഒക്കെ നോക്കിയപ്പോഴത്തെ HB വളരെ കുറവാണ്, 11.5 മാത്രമേ ഉള്ളൂ. 11.5. അത് കുഴപ്പമില്ല. ഇപ്പൊ 12 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടി പീരീഡ്സ് എത്ര വയസ്സിൽ തുടങ്ങി? ഫസ്റ്റ് പീരീഡ് എന്നാ? 10 വയസ്സിൽ. അപ്പോഴൊക്കെ റെഗുലർ ആയിരുന്നോ? അതെ, റെഗുലർ ആയിട്ട് ഏകദേശം ഒരു 4 മാസം കൊണ്ടാണ് ഇങ്ങനെ റെഗുലർ ആയിട്ട് വരുന്നത്. വലിയ വണ്ണം ഉണ്ടോ? അമിതമായിട്ട് വണ്ണം ഉണ്ടോ കുട്ടിക്ക്? ഇല്ല. നോർമൽ 24 കിലോ ഉണ്ട് ഇപ്പൊ. എത്ര? 24 കിലോ ഉള്ളു. എത്ര വയസ്സ്? 12 വയസ്സല്ലോ. ഇപ്പൊ 12 വയസ്സ്. അപ്പൊ തൽക്കാലം വെറുതെ വിടുക കുട്ടീനെ കേട്ടോ. 12 വയസ്സിലെ കുഞ്ഞിന് പീരിയഡ്സ് ഇറഗുലറാണെന്നും പറഞ്ഞ് ഒരിടത്തും പോയി കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ. 2 മാസത്തിലൊരിക്കൽ പീരിയഡ്സ് വരട്ടെ, അത് കുഴപ്പമില്ല. കൂടുതൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. സാധാരണ ഇങ്ങനെ പീരിയഡ്സ് വൈകി വരുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ബ്ലീഡിങ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ബ്ലീഡിങ് നിൽക്കാൻ. അപ്പൊ പിന്നെ ഒന്നും ചെയ്യണ്ട. സാധാരണ ഫുഡ് കൊടുക്കുക, നോർമലായിട്ട് ഫുഡ്. അമിതമായിട്ട് വണ്ണം വയ്ക്കാൻ നോക്കണം കുട്ടി കേട്ടോ. വെയിറ്റ് കൂടാൻ നോക്കണം. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ യാതൊരു ട്രീറ്റ്മെൻറ്റ് ഇതിനു വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. 12 വയസ്സിൽ 2 മാസത്തിലൊരിക്കൽ 3 മാസത്തിലെ പീരീഡ്സ് ഒന്നും ഒട്ടും വറിയടിക്കണ്ട കേട്ടോ. ഒരു വറിയടിക്കേണ്ട കാര്യമേ അല്ല അത് കേട്ടോ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. ശരി ഡോക്ടർ, ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടൈമിലാണ്, ഇല്ലെങ്കിൽ എത്ര സമയത്തേക്കാണ് ഇത് മെഡിസിനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? മറ്റൊന്ന്, ഈ ഫൈബ്രോയിഡ് ഉള്ളപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? ഗർഭപാത്രം നീക്കുക എന്നത് മാത്രമാണോ അവസാന പ്രതിവിധി? അല്ല, ഒരിക്കലുമല്ല. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിചാരിച്ച ഫൈബ്രോയിഡ് ഈസ് ഈക്വൽ ടു ഹിസ്റ്റെക്ടമി. ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൺസർവേറ്റീവ് സർജറി ഉണ്ട്,
മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് എന്ത് സിംറ്റം അനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ സൈസ് ഓഫ് ദി ഫൈബ്രോയിഡ് പല ഫാക്ടേഴ്സ് നമ്മൾ എടുക്കണം. ഒന്ന് സൈസ് ഓഫ് ദി ഫൈബ്രോയിഡ്, അവർക്ക് ഇനി കുട്ടികൾ വേണമോ, 45-50 വയസ്സൊക്കെ ആയുള്ള വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് സർജറി ചെയ്യാം. നേരെ 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ് വരുന്നത്, അവർക്കൊരു ഫൈബ്രോയിഡ് ഉണ്ട്, 8 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ട്, അവർക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ട്. വേണമെങ്കിൽ അവർക്ക് ഓപ്ഷൻ കൂടെ നമുക്ക് മയോമെക്ടമി ചെയ്യാം, കട്ടി മാത്രം എടുക്കുന്ന ഓപ്പറേഷൻ ചെയ്താൽ മതി. പിന്നെ ചെറിയ ഫൈബ്രോയിഡാണ്, വലിയ സൈസില്ല, ഫൈബ്രോയിഡ് വലിയ സൈസില്ല, ബ്ലീഡിങ് മാത്രമല്ല, നമുക്ക് കുറച്ച് നാളത്തേക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന മരുന്ന് മാത്രം കൊടുത്താൽ മതി, ഡ്യൂറിങ് പീരീഡ്സ് മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പം ഫൈബ്രോയിഡ് അത്ര പെട്ടെന്ന് അങ്ങ് വലുതാകില്ല ഫൈബ്രോയിഡ്. ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും, അവർ കുറച്ച് നാളോടെ അങ്ങ് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. വളരെ സ്ലോ ആയിട്ടേ ഫൈബ്രോയിഡ് ഗ്രോ ചെയ്യുള്ളൂ. ബിനൈൻ ഫൈബ്രോയിഡ്സ് ഒക്കെ വളരെ പെട്ടെന്നൊന്നും വലുതാകത്തില്ല. പിന്നെ വലിയ ഫൈബ്രോയിഡാണ്, സിംറ്റംസ് ഉണ്ട്, നമുക്ക് ഫൈബ്രോയിഡ് ചുരുങ്ങാനുള്ള മെഡിസിൻസും കൊടുക്കാം. അത് ചുരുങ്ങാനുള്ള മെഡിസിൻ എടുത്ത് അത്ര ഇഫക്റ്റീവ് അല്ലെങ്കിലും കുറച്ച് അതിൻ്റെ സൈസ് കുറയും, പിന്നെ അതിൻ്റെ ബ്ലീഡിങ്ങും കുറയും. ചില വലിയൊരു ഫൈബ്രോയിഡ് ആണെങ്കിൽ ഒരു 32 വീക്സ് പ്രഗ്നൻസി സൈസുള്ള ഫൈബ്രോയിഡ് നമുക്കൊരു മെഡിസിൻ കൊടുത്ത് അതിൻ്റെ സൈസ് കുറയ്ക്കാം. കുറച്ചിട്ട് പിന്നെ നമുക്ക് മയോമെക്ടമിയോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യാമെന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന ട്രീറ്റ്മെൻറ്റ് ഇന്ന പേഷ്യൻ്റ് പറയാൻ പറ്റില്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുമ്പോൾ പല ഫാക്ടേഴ്സ് നമ്മൾ എടുക്കണം. അവരുടെ ഏജ് എടുക്കണം, അവർക്ക് കുട്ടികൾ എത്രയുണ്ട്, ഇനി കുട്ടികൾ വേണമോ, അവർക്ക് എന്താണ് മെയിൻ സിംറ്റം എന്താണ്, സൈസ് ഓഫ് ദി ഫൈബ്രോയിഡ് എന്താണ്, ഇപ്പോൾ എവിടെയാണ് ഫൈബ്രോയിഡ് ഇരിക്കുന്നത്, ഈ യൂട്രൈൻ ക്യാവിറ്റിയൊക്കെ തന്നെ ഇരിക്കുന്ന ഭാഗത്തിരിക്കുന്ന ഫൈബ്രോയിഡാണെങ്കിൽ നമുക്ക് ഹിസ്റ്റോസ്കോപ്പി എന്നുള്ള ഓപ്പറേഷനുണ്ട്, ഹിസ്റ്റോസ്കോപ്പി കൂടെ അതങ്ങ് എടുക്കാം. വലിയ വയർ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 12 വീക്സ് ഒക്കെ ചെറിയ ഫൈബ്രോയിഡ്, 20 വീക്സ് ഒക്കെ ഫൈബ്രോയിഡാണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യാം. 12 വീക്സ് ഫൈബ്രോയിഡ് നമുക്ക് താഴെ കൂടെയും ചെയ്യുന്നത്. ഹിസ്റ്റക്ടമി നമ്മൾ ചെയ്യുന്നത് ഇനി കുട്ടികൾ വേണ്ട എബോവ് 40-45 ഇയേഴ്സ്. ഇപ്പോൾ 45 ഇയേഴ്സ് എന്ന ആൾക്കാർ പോലെ ഹിസ്റ്റക്ടമി വില്ലിങ് ആകാതെ മയോമെക്ടമി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ മയോമെക്ടമി നമുക്ക് ഓപ്ഷനുണ്ട്, എല്ലാ കേസിനും മയോമെക്ടമി ചെയ്യാം, അല്ല മയോമെക്ടമി ഓപ്ഷനുണ്ട്. മയോമെക്ടമി ചെയ്യാൻ പറ്റുന്ന തീരെ വലിയ ഫൈബ്രോയിഡാണ്, നമുക്ക് മയോമെക്ടമി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഹിസ്റ്റക്ടമി ചെയ്യാൻ പറ്റില്ല എന്നാൽ മാത്രമേ നമ്മൾ ഹിസ്റ്റക്ടമി ചെയ്യാറുള്ളൂ. ശരി ഡോക്ടർ, സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് നന്ദി. താങ്ക് യു. താങ്ക് യു. ഡോക്ടർ ക്യൂ പൂർണ്ണമാവുന്നു. നമസ്കാരം.